അതായത് നമുക്കിപ്പോൾ വരുന്ന പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്ഷൽ മെഡിസിനിൽ വരുന്ന പേഷ്യൻ്റ് എടുത്താൽ ചെറുപ്പക്കാർ, അതായത് 25 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് സെക്ഷൽ പ്രോബ്ലമുള്ള ധാരാളം ആൾക്കാരുണ്ട്. പ്രായമായവർക്കല്ല ഇപ്പോൾ പ്രശ്നം. അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണശേഷി ഇല്ല എന്ന് പറയുന്നു വരുന്നതിൽ ഒരു വലിയ ശതമാനം നമുക്ക് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അപ്പം ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പറയുന്നത് താല്പര്യമില്ലായ്മ, ഡിസയർ ഇല്ലായ്മ, അറൗസൽ ഇല്ലായ്മ. അതായത് എന്തെങ്കിലും ഒരു ഭാര്യയുടെയോ പാർട്ട്ണറുടെയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും തോന്നാതിരിക്കുക, ആ ഫീലിങ്സ് ഇല്ലാതിരിക്കുക. അപ്പം ഡിസയർ ഇല്ല, അറൗസൽ ഇല്ല. ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഉദാഹരണം വരാതിരിക്കുക അല്ലെങ്കിൽ വന്നാൽ കൂടുതൽ നേരം നിൽക്കാതിരിക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ്. ഉദാഹരണം ഉള്ളവർക്ക് ഇജാക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ, അതായത് പങ്കാളിയുടെ കൂടെ അവർ ബന്ധപ്പെടുമ്പോൾ അവർക്ക് എത്ര സമയം കഴിഞ്ഞാലും ഇജാക്കുലേഷൻ ഓർഗാസം നടക്കാതിരിക്കുക. അതായത് പോൺ വാച്ച് ചെയ്യുമ്പോഴും മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ മാത്രം കിട്ടിയതില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. അത് അത്രയും നമ്മൾ വിചാരിക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് പ്രായമാകുമ്പോൾ ആളുകൾക്ക് ഇത് കുറയുന്നു, പക്ഷെ ചെറുപ്പക്കാരിൽ നിറയെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ വെജൈനസ്മസ്, അതായത് ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദനയായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ചിലവരുടെ ഭർത്താക്കന്മാർക്ക് പോൺ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഭാര്യമാരോട് ഈ താല്പര്യം കുറവ് കാരണം അത് ശരിയാവാതെ പോകുന്നു. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, അതിലും പ്രധാനം എന്ന് വെച്ചാൽ സൈക്കോളജിക്കലായിട്ടുള്ള വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇവർക്ക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുക, പലർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി, സോഷ്യൽ ആങ്സൈറ്റി, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകൾ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുക, അവർ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണുക, ഇല്ലെങ്കിൽ അവരെ ഒരു സെക്ഷൽ വയലൻസിലേക്ക് പോവുക, ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള തോട്ടുകൾ വരിക. അങ്ങനെ പല പല സെക്ഷൽ പ്രശ്നങ്ങളും ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. ഇവരുടെ വർക്ക് എഫക്റ്റ് ആവുന്നുണ്ട്, ഇവരുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി കോമൺ ആയതുകൊണ്ട്